ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം. രാജസ്ഥാൻ റോയൽസ് അങ്ങനെ 12 റൺസിന് ഈ മത്സരം വിജയിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ മത്സരം രാജസ്ഥാൻ റോയൽസ് വിജയിക്കാനുള്ള കാരണം സ്പോട്ടോപ്പിക്ക് തോന്നുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണ്. അത് നമ്മുടെ സ്വന്തം സഞ്ജു വി സാംസന്റെ ഏറ്റവും മികച്ച 5 തീരുമാനങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ നേരെ ഈ വീഡിയോയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് മികച്ച പെർഫോമൻസുകൾ നമുക്ക് കാണാൻ പറ്റി. റിയാൻ പരാഗ്, നാന്ദ്രെ ബർഗർ, ആവേഷ് ഖാൻ, അങ്ങനെ മികച്ച പെർഫോമൻസുകൾ. അതുപോലെ തന്നെ അശ്വിൻ്റെയും മികച്ചൊരു പ്രകടനം നമ്മൾ ഈ മത്സരത്തിൽ കാണുകയുണ്ടായി. പക്ഷേ ഈ മത്സരത്തിൽ വിജയിക്കാനുള്ള ഒരു കാരണമായിട്ട് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നുന്നത് സഞ്ജു വി സാംസന്റെ 5 ക്യാപ്റ്റൻസി ബ്രില്യൻസുകളാണ്. അപ്പം നമ്മൾ ആദ്യത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും മികച്ചൊരു തീരുമാനം എന്ന് പറയുന്നത് അശ്വിനെ ബാറ്റിംഗ് സൈഡിൽ നേരത്തെ ഇറക്കാനുള്ള ഒരു തീരുമാനമാണ്. 36-3 എന്ന ദയനീയ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അശ്വിൻ ക്രീസിലേക്ക് നേരത്തെ വരുന്നത്. അശ്വിൻ്റെ ഒരു മികച്ച പ്രകടനം നമ്മൾ കാണാൻ പറ്റി. 19 പന്തിൽ നിന്ന് 29 റൺസ് അദ്ദേഹം നേടുകയുണ്ടായി. അങ്ങനെ മികച്ചൊരു പ്രകടനം അശ്വിനിൽ നിന്ന് ഉണ്ടായി. അത് സ്കോറിനെ ചെറിയ രീതിയിലൊന്നല്ല ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അശ്വിൻ്റെ ഒരു 5ാം സ്ഥാനത്ത് ഇറങ്ങാനുള്ള തീരുമാനമാണ് ഈ മത്സരത്തിലെ ഒരു നിർണായക തീരുമാനമായിട്ട് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഏറ്റവും മികച്ച തീരുമാനം എന്ന് പറയുന്നത് റോമാൻ പവലിനെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കിയില്ല എന്നുള്ളതാണ്. നോക്കി 3 വിക്കറ്റുകൾ പോയി. അശ്വിനും കൂടാരം കയറുന്നു, 4 വിക്കറ്റുകൾ പോകുന്നു. ഒരു അത്രയും മികച്ചൊരു സ്കോറിലേക്ക് എത്തില്ല എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. അപ്പോൾ റോമാൻ പവലിനെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം പാഡ് അണിഞ്ഞ് ക്രീസിലേക്ക് വരാൻ തയ്യാറെടുത്തിരുന്നു. അവിടെയാണ് അശ്വിൻ്റെ മികച്ച പ്രകടനം. ജുറലി നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനുശേഷം എഡ്മയറും കൂടി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നതോടുകൂടി പവല് ക്രീസിലേക്ക് വരുന്നില്ല. ഇതാണ് ഏറ്റവും മികച്ചൊരു തീരുമാനമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇമ്പാക്റ്റ് സബിനെ ബോളിംഗ് സൈഡിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ സഞ്ജു വി സാംസന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തെ ഏറ്റവും മികച്ചൊരു തീരുമാനമായിട്ട് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും മികച്ച 3ാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നാന്ദ്രെ ബർഗയുടെ ഒരു ബോളിംഗ് യൂണിറ്റിലേക്കുള്ള തിരിച്ചുവരവാണ്. നോക്കി ഏറ്റവും മികച്ചൊരു തുടക്കം ഡൽഹി ക്യാപിറ്റൽസിന് ലഭിക്കുന്നു. അനായാസം ഡൽഹി ക്യാപിറ്റൽസ് ഈ മത്സരം വിജയിക്കുമെന്ന് തോന്നിക്കുന്നു. ആ ഒരു നിമിഷത്തിലാണ് സഞ്ജു വി സാംസൺ നാന്ദ്രെ ബർഗറിനെ ബോൾ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. മികച്ച രീതിയിൽ അദ്ദേഹം ബോൾ ചെയ്യുന്നു. 2 വിക്കറ്റുകൾ നാന്ദ്രെ ബർഗർ സ്വന്തമാക്കുന്നു. ഈ ഒരു തീരുമാനമാണ് സ്പോട്ടോപ്പിയയ്ക്ക് സഞ്ജു വി സാംസന്റെ ഏറ്റവും മികച്ചൊരു തീരുമാനമായിട്ട് തോന്നിയിട്ടുള്ളത്. 4ാമത്തെ ഏറ്റവും മികച്ചൊരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടു, സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവർ എറിയിക്കാൻ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. ഒരു മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വളർത്തുന്നതിൽ സഞ്ജു വി സാംസന്റെ പങ്ക് ചെറുതല്ല. അങ്ങനെ മികച്ച രീതിയിൽ സന്ദീപ് ശർമ്മ ബോൾ ചെയ്യുന്നു. 19ാമത്തെ ഓവർ എറിയുമ്പോൾ ഒരു 6ഉം 4ഒക്കെ വാങ്ങി സന്ദീപ് ശർമ്മ ഒരു എക്സ്പെൻസീവ് ഓവർ ആക്കി എറിയോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജു വി സാംസൺ സന്ദീപ് ശർമ്മയുടെ അടുത്തേക്ക് വരുന്നു, കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നു. പിന്നെ നമ്മൾ പണ്ട് കണ്ടുള്ളതുപോലെ മികച്ച രീതിയിൽ പിന്നീട് സന്ദീപ് ശർമ്മ ബോൾ ചെയ്യുന്നു. അപ്പോൾ സന്ദീപ് ശർമ്മയുടെ ഒരു മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആവുന്നതിന് വേണ്ടിയുള്ള ഒരു വളർച്ച അതുണ്ടാക്കിയെടുക്കുന്നതിൽ സഞ്ജു വി സാംസന്റെ ഒരു പ്രാതിനിധ്യം, ഇതാണ് മികച്ച ഒരു 4ാമത്തെ തീരുമാനമായിട്ട് സ്പോട്ടോപ്പിയയ്ക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും മികച്ച 5ാമത്തെ തീരുമാനം എന്ന് പറയുന്നത് 20ാമത്തെ ഓവറാണ്. 6 പന്തിൽ വെറും 17 റൺസ് മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസ് ഈ മത്സരം വിജയിക്കാൻ വേണ്ടിയിരുന്നത്. അത് അസാധ്യമായിട്ടുള്ള സ്കോറൊന്നുമല്ല. ആ ഒരു നിമിഷത്തിൽ നോക്കൂ സ്കോഡിൽ ട്രെന്റ് ബോൾട്ട് അതേപോലെ തന്നെ നാന്ദ്രെ ബർഗറിനെ പോലുള്ള വേൾഡ് ക്ലാസ് ബോളർ ഉണ്ടാകുമ്പോൾ ഒരു ഇന്ത്യൻ ബോളർക്ക് സഞ്ജു വി സാംസൺ ബോൾ കൊടുക്കുന്നു. അങ്ങനെ ആവേഷ് ഖാൻ ബോൾ ചെയ്യാൻ വരുന്നു. ആദ്യത്തെ 2 ബോൾ കൊണ്ട് തന്നെ ആവേഷ് ഖാൻ ഞെട്ടിക്കുന്നു, മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നു. അങ്ങനെ 12 റൺസിന്റെ ആധികാരിക വിജയം രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നു. അങ്ങനെ മികച്ച ക്യാപ്റ്റൻസി ബ്രില്യൻസ് കൊണ്ട് ഈ മത്സരം രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മികച്ച ക്യാപ്റ്റൻസി ബ്രില്യൻസുകൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം. ഇത് സ്പോട്ടോപ്പിയുടെ മാത്രം അഭിപ്രായമാണ്. മറോ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവാം. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.